ഇന്ന് തന്നെ പുഴയിലേക്ക് ഇറങ്ങുമെന്നാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. ഇപ്പോൾ തന്നെ MLAയുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ നാളെ എല്ലാം സജ്ജമായിക്കൊണ്ട് തന്നെ നാളെ രാവിലെയോട് കൂടി തന്നെ ഇപ്പോൾ അനിശ്ചിതത്വം ഒഴിയുന്നു. ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും അവിടെ പുഴയിൽ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്താൻ അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ്. 3 ദിവസം തിരച്ചിൽ നടത്താൻ അനുമതി ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞതായി മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ, അതായത് ഈശ്വർ മാൽപ്പയും സംഘവും ഇറങ്ങുകയാണ് പുഴയിൽ തിരച്ചിൽ നടത്താൻ. അവിടെ വാഹനമുണ്ടോ, അർജുന്റെ വാഹനം, അതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു. നാളെ കൂടുതൽ പേർ എത്തി, കൂടുതൽ ഡൈവർമാർ എത്തി തിരച്ചിൽ ഊർജിതമാക്കുമെന്നും പറയുന്നു. പ്രതീക്ഷ നൽകുന്ന വിവരം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്നത്. ഈശ്വർ മാൽപ്പയും സംഘവും അവിടെ എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ തിരച്ചിൽ തുടങ്ങുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം രാവിലെ മുതൽ തെരച്ചിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും നാവിക സംഘം ഇവിടെ എത്തിയിരുന്നില്ല. അതിന് പിന്നാലെ ഈ ഈശ്വർ മാൽപ്പെ ഇവിടെ എത്താനുള്ള തീരുമാനം അറിയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് അനുമതി നൽകുകയും ചെയ്തില്ല. ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തുകയും ചെയ്തത്. പക്ഷേ ഇത്രയും മണിക്കൂറുകളായി അദ്ദേഹം ഇവിടെ കുറച്ചല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ സതീഷ് സൈനി MLA ഇവിടെ എത്തിയോട് കൂടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വാക്കാലുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ഇപ്പോഴും ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും MLAയുടെ വാക്ക് വിശ്വസിച്ച് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഏതായാലും 2 മണിക്കൂറെങ്കിലും നേരം ഇന്ന് പുഴയിൽ തിരച്ചിൽ നടത്തുമെന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ പൂർണ്ണ സജ്ജമായ രീതിയിൽ തന്നെ പുഴയിൽ കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് പോകുമെന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം മണിക്കൂറുകളായി നമ്മൾ കാത്തു നിൽക്കുന്നു. തികഞ്ഞ ഏകോപനമില്ലാത്ത അനിശ്ചിതത്തോടു കൂടി നീങ്ങിയിരുന്ന ഒരു തെരച്ചിലിനാണ് ഇപ്പോൾ ഏതായാലും ഒരു അല്പസമയങ്ങൾക്കകം തന്നെ തുടക്കം കുറിക്കാൻ പോകുന്നത് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ശരി, ഏറ്റവും ആശ്വാസകരമായ വിവരം തന്നെയാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക് കുറഞ്ഞിരിക്കുന്നു, 2 നോട്ടായി കുറഞ്ഞിരിക്കുന്നു. ഈശ്വർ മാൽപ്പയും സംഘവും അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഉടൻ തന്നെ തിരച്ചിലിന് ഇറങ്ങുകയാണ് ഗംഗാവലി പുഴയിൽ. അവിടെ അർജുന്റെ വാഹനം ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഇറങ്ങുന്നു. അവിടെ അർജുന്റെ കുടുംബമുണ്ട്, സഹോദരി ഭർത്താവ് ജിതിൻ ഉൾപ്പെടെയുള്ളവരുണ്ട്, ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവരുണ്ട്. എല്ലാവരും പറഞ്ഞിരുന്നത് ഈശ്വർ മാൽപ്പയെ അവിടെ പുഴയിൽ ഇറങ്ങി തിരച്ചിൽ നടത്താൻ അനുവദിക്കണമെന്നാണ്. ഇത് അദ്ദേഹം ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങാൻ സജ്ജമാവുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആശ്വാസകരമായ വിവരം തന്നെയാണ് ഷിരൂരിൽ നിന്ന് വരുന്നത്. അല്പം മുൻപ് പോലും എങ്ങനെയായിരിക്കും ഈ തിരച്ചിൽ നടത്തുക എന്നതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു, അനിശ്ചിതത്വമുണ്ടായിരുന്നു. NDRF സംഘമാണോ നേവിയാണോ എത്തുക, ഈശ്വർ മാൽപ്പയ്ക്ക് അനുമതി ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ അവ്യക്തതയുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇതെല്ലാം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഷിരൂരിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഉടൻ തന്നെ ഈശ്വർ മാൽപ്പെ പുഴയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അദ്ദേഹം അതിന് തയ്യാറെടുക്കുകയാണ്. പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. 2 സിഗ്നലുകളാണ്, 2 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ നടത്തുക എന്ന് AK അഭിലാഷ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. നാവികസേന നടത്തിയ പരിശോധനയിൽ, സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ 2 സ്പോട്ടുകളാണ്. ഒന്ന് നേരത്തെ ഉണ്ടായിരുന്ന ആ മൺതിട്ടയിൽ നിന്ന് കുറച്ചു മാറിയുള്ള ഒരു സ്പോട്ടാണ്. മറ്റൊന്ന് പുഴക്കരയിൽ നിന്നും ഏതാണ്ട് 50 മീറ്റർ അകലെയുള്ള ഒരു സ്പോട്ടാണ്. ആ 2 ഇടങ്ങളിലാണ് സിഗ്നൽ ഏറ്റവും ശക്തമായി കാണുന്നതും. അതുകൊണ്ട് തന്നെ ആ 2 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈശ്വർ മാൽപ്പയും സംഘവും ഏതായാലും തിരച്ചിലിന് ഇറങ്ങുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പം മുൻപാണ് ഈശ്വർ മാൽപ്പെ അവിടെ ഷിരൂരിലെത്തിയത്. എത്തിയ ഉടൻ തന്നെ കാർവാർ MLAയുമായി ഏതാനും നിമിഷം അദ്ദേഹം സംസാരിക്കുന്നു. ഉടൻ തന്നെ പുഴയിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനം എടുക്കുന്നു എന്നാണ്. 3 ദിവസം തെരച്ചിലിന് അനുമതി നൽകുന്നു. അടിയൊഴുക്ക് കുറഞ്ഞതുകൊണ്ട് തന്നെ ശക്തമായ അടിയൊഴുക്ക് വലിയ പ്രതിസന്ധിയായിടത്തു നിന്ന് ഇപ്പോൾ അടിയൊഴുക്ക് കുറഞ്ഞ് 2 നോട്ടായി മാറിയത് ഈ തെരച്ചിൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. AK അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഷിരൂരിൽ നിന്നും അവിടെ കാർവാർ MLA സതീഷ് സെയിൽ പറയുന്നു. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ എത്തിയിരിക്കുന്നു. അർജുന്റെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നതാണ് അദ്ദേഹത്തെ തിരച്ചിൽ നടത്താൻ അനുവദിക്കണമെന്നത്. അദ്ദേഹം എത്തിയ ഉടൻ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഏതാനും നിമിഷം സംസാരിച്ച ശേഷം ഉടൻ തന്നെ പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. വലിയ ആത്മവിശ്വാസമുണ്ട്. അടിയൊഴുക്ക് കുറഞ്ഞത് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് അദ്ദേഹവും പറയുന്നു. നമുക്കും